നമസ്കാരം. ഭീകരാക്രമണമാണ് ഇസ്രായേലിൽ നടന്നത് എന്ന് സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ തുടങ്ങി 3 ആഴ്ച പിന്നിടുമ്പോഴാണ് ഇസ്രായേലിൽ വീണ്ടും ആക്രമണം സംഭവിച്ചത്. അതേസമയം കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾക്ക് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലതവണ കണ്ടെടുത്തിട്ടുള്ള സ്ഫോടക വസ്തുക്കളുമായി സാമ്യമുണ്ടെന്ന് പോലീസ് വക്താവ് ഹെയ്ം സർഗോഫ് പറഞ്ഞു. എന്നാൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ ഇദ്ദേഹം വിസമ്മതിച്ചു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗസയിൽ ഇസ്രായേൽ സൈനിക നടപടി തുടങ്ങിയിരുന്നു. ഇതിനൊപ്പം വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനിയൻ സെറ്റിൽമെന്റുകളിൽ കർശന നിയന്ത്രണങ്ങളും പരിശോധനകളുമാണ് ഇസ്രായേൽ നടത്തിയിരുന്നത്. ഹമാസുമായി വെടിനിർത്തൽ വന്നതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ഭീകരവിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോയിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി തിരക്കേറിയ ആ സമയത്ത് സ്ഫോടനം നടന്നിരുന്നുവെങ്കിൽ അത് നിരവധി പേരുടെ ജീവനെടുക്കുമായിരുന്നു. എന്നാൽ അക്രമികൾ സ്ഫോടനത്തിന്റെ സമയം ക്രമീകരിച്ചപ്പോൾ തെറ്റായി രാത്രി 9 മണിക്കാണ് ക്രമീകരിച്ചത്. 3 ബോംബുകൾ പൊട്ടിത്തെറിച്ചതായി സമ്മതിച്ച അധികൃതർ മറ്റ് 2 ഇടങ്ങളിൽ നിന്നായി 2 ബോംബുകൾ കൂടി കണ്ടെടുത്തതായും അറിയിച്ചിട്ടുണ്ട്. അക്രമികൾക്ക് കയ്യബദ്ധം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ 100 കണക്കിന് പേർ മരണമടയുമായിരുന്നു എന്ന ചിന്ത ആളുകളിൽ ഭയപ്പാടും ഉണ്ടാക്കിയിട്ടുണ്ട്. ടൈമർ ഘടിപ്പിച്ച സമാന രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു ഇവയെല്ലാം തന്നെയെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഹമാസിന്റെ തുൽക്രം ബറ്റാലിയൻ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായ ചില സൂചനകളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അധിനിവേശക്കാർ തങ്ങളുടെ മണ്ണിൽ തുടരുന്നിടത്തോളം കാലം രക്തസാക്ഷികൾക്കായി പ്രതികാരം ചെയ്യും എന്നാണ് ബറ്റാലിയൻ വക്താവ് പറഞ്ഞത്. ഇത് ജിഹാദിന്റെ ഭാഗമാണെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു. അതേസമയം ഹമാസ് തടവിലിരിക്കെ കൊല്ലപ്പെട്ട 4 ബന്ദികളുടെ മൃതദേഹം ഇസ്രായേലിന് ഇന്നലെ കൈമാറി. 32-കാരിയായ ഷിരി ബിബാസ്, ഇവരുടെ മക്കളായ 9 മാസം പ്രായമുള്ള മകൻ ഫിർ, 4 വയസ്സുകാരൻ ഏരിയൽ എന്നിവരുടെയും 83-കാരനായ ഔദിദ് ഷിഫ്രിസിന്റെയും മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കൈമാറിയത്. ഹമാസ് തടവിലായവരുടെ ദുരിതങ്ങളുടെ പ്രതീകമായിരുന്നു ബിബാസ് കുടുംബം. ഖാൻ യൂനിസിൽ വെച്ച് റെഡ് ക്രോസ് അധികൃതരാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത്. വെടിനിർത്തൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ കരാറുകളെല്ലാം തെറ്റിച്ചാണ് ഹമാസിന്റെ ഓരോ നീക്കവും. അതേസമയം തിരിച്ചടിക്കാൻ ഇസ്രായേൽ ഏത് സമയവും തയ്യാറാണ്. എന്ത് വില കൊടുത്തും ഗസ ഒഴിപ്പിക്കുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ട്രംപും നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസ് ഭയപ്പാടിലാണ്. എങ്ങനെയും ഇസ്രായേലിനെ തീർക്കണം എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ഹമാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ നടന്ന ഈ ഒരു ഭീകരാക്രമണവും. എന്തായാലും ഇതിന് തിരിച്ചടി ഇസ്രായേൽ നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.